നിത്യനും പരിശുദ്ധനുമായ ത്രിയേക ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. നാം തിരുവെഴുത്തിൽ വായിക്കുന്നു, ബലവും മഹത്വവും പുകഴ്ചയും ധനവും മാനവും ജ്ഞാനവും എല്ലാം സ്വീകരിപ്പാൻ ആ ഏക ദൈവമാണ് യോഗ്യൻ. ആ ദൈവത്തിന് സകലവും അർപ്പിക്കുകയാണ് തുടക്കവേളയിൽ തന്നെ. അതുപോലെ അറുക്കപ്പെട്ട കുഞ്ഞാടായി തൻ്റെ രക്തം കൊണ്ട് നമ്മെ ഭാഷകളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് പിതാവായ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹാഭിവാദനങ്ങളെ വീണ്ടും സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരുമിച്ച് നമുക്കിങ്ങനെ ഈ രാത്രിയിലും ആയിരിക്കാൻ അവസരം ദൈവം ഒരുക്കിയതിനായിട്ട് സ്തോത്രം. എൻ്റെ യാത്രകളിൽ കർത്താവ് കൂടെ ഇരുന്നു. നാളെ രാവിലെ മുതലാണ് യോഗങ്ങളുടെ തുടക്കം എന്നതുകൊണ്ട് ഇന്ന് ഒരുമിച്ച് നമുക്കായിരിക്കാൻ അവസരം ലഭിക്കുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. നാളിതുവരെ നമ്മെ കൺമണി പോലെ കാത്ത കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മുടെ പഠന വിഷയം. നാം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശുവിന് സർദീസിലെ സഭയോട് പറയാനുള്ളത് എന്താണ് എന്നുള്ളതാണ്. പല കാര്യങ്ങളുണ്ട്. ക്രിസ്തു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. സർദീസിലെ സഭയുടെ നന്മകളെക്കുറിച്ച് പറയുന്നു, തിന്മകളെക്കുറിച്ച് പറയുന്നു. ആ തിന്മകളെക്കുറിച്ചുള്ള സൂചനകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് ആത്മീയമായി മരിച്ച സഭ. ജീവനുള്ളവനെന്ന് പേരുണ്ട് എങ്കിലും മരിച്ചിരിക്കുന്ന സഭ. അതാണ് നാം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് പഠിക്കുന്നത്. ഒന്നും കൂടെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേർ ഉണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. സ്തോത്രം. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേർ ഉണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. നാം അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ആത്മീയമായി മരിച്ച സഭ. ദൈവസഭ എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നവരുടെ കൂട്ടമാണ്. നിത്യജീവൻ പ്രാപിച്ചവരുടെ സംഘമാണ്. ആ ജീവന്റെ വിശേഷപ്പെട്ട അവസ്ഥകൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പഠിച്ചിരുന്നു. നിത്യജീവൻ, സമൃദ്ധമായ ജീവൻ, അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരിലേക്കും കൂടെ നിറഞ്ഞു കവിയുന്ന ജീവൻ. സ്തോത്രം. നിത്യജീവന്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ തനതായ ജീവനിലുള്ള പങ്കാളിത്വം, ദൈവത്തിൻ്റെ അതേ ഗുണവത്തതയിലുള്ള ജീവൻ, ദൈവത്തിൻ്റെ തന്നെ ജീവന്റെ സഹവർത്തിത്വം. അപ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ ജീവനിലേക്ക് പങ്കാളിത്വം ലഭിച്ച ഒരവസ്ഥയാണ്. പക്ഷേ പാരഡോക്സിക്കലി, വൈപരീത്യമായി ഇവിടെ യേശു കർത്താവ് സഭയോട് പറയുന്നു, നിനക്ക് പേരുണ്ട് ജീവനുള്ളവനെന്ന്, പക്ഷേ യഥാർത്ഥത്തിൽ മരിച്ചവനാണ്.
ദൈവസഭ മരിച്ചത് എന്ന് പറയുന്നത് വൈരുദ്ധ്യാത്മകമാണ്. It is quite paradoxical to a church be dead, since the church is to be the very particle of the life of God. നിത്യജീവൻ പ്രാപിച്ചവരുടെ കൂട്ടമാണ് സഭ. പക്ഷേ ആ സഭയെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ പരാതി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു കണ്ടെത്തൽ, കർത്താവിൻ്റെ സർട്ടിഫിക്കേഷൻ, ക്രിസ്തു അവരെപ്പറ്റി പറയുന്നത് അവർ മരിച്ചവരാണ്. വൈരുദ്ധ്യാത്മകമാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? നിത്യജീവൻ എന്നുള്ളത് അതിൻ്റെ പൂർണ്ണതയിൽ നാം പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടെയാണ്. എന്നാൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ മുതലേ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഒന്നാണ് നിത്യജീവൻ. 1 യോഹന്നാൻ 5:13 വാക്യം. 1 യോഹന്നാൻ 5:13. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. സ്തോത്രം. യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം വിശേഷാൽ താൻ എഴുതുന്നതിൻ്റെ ഉദ്ദേശം പല ഭാഗങ്ങളിലായിട്ട് യോഹന്നാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി 5 ഉദ്ദേശങ്ങളെങ്കിലുമുണ്ട്. അതിൽ ഒന്നാണ് ഈ 5:13 പറയുന്നത്, ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നിത്യജീവൻ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിയാൻ. അത് ഭാവിയിലല്ല, ഇപ്പോൾ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. John 5:24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. സ്തോത്രം. നിത്യജീവൻ ഇപ്പോൾ തന്നെ, നാം ജഡത്തിൽ വസിക്കുമ്പോൾ തന്നെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അനുഭവിപ്പാൻ, സ്വായത്തമാക്കുവാൻ കഴിയുന്നതാണ്. അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ കൺസ്യൂമേഷനിൽ നമ്മൾ പ്രാപിക്കുന്നത് യേശുവിൻ്റെ വരവിങ്കലായിരിക്കും എന്ന് മാത്രം. അപ്പം ഇത് ഭാവിയിൽ മാത്രം ലഭിക്കുവാൻ സാധ്യതയുള്ള ഒന്നല്ല നിത്യജീവൻ. ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതും ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നതും യേശുക്രിസ്തുവിൻ്റെ വരവോടെ ആത്യന്തികമായും പരിപൂർണമാകുന്നതുമായ ഒരു ജീവന്റെ അനുഭവമാണിത്. ആ ജീവൻ പ്രാപിച്ചവരെ കുറിച്ചാണ് യേശുക്രിസ്തു വളരെ പരിതാപകരമായ നിലയിൽ പറയുന്നത്, നിങ്ങൾ മരിച്ചവരാണ്, നിങ്ങൾ മരിച്ചവരാണ്. ആ ആത്മീയ മരണത്തിൻ്റെ വിവിധ അവസ്ഥകൾ നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇന്നലെ നാം അതിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എത്ര കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു എന്ന് ഓർമ്മ കാണുമല്ലോ? 9 കൂട്ടം കാര്യങ്ങൾ. സ്തോത്രം. 9-ാമത്തേത്, ഏറ്റവും ഒടുവിലത്തേത് ഓർമ്മയുണ്ടോ? Spiritual death is death of all loveliness. സ്തോത്രം.
സ്പിരിച്വൽ ഡെത്ത് വില്യം ബാർക്ലേ പറഞ്ഞ 3 പ്രസ്താവനകളാണ് 7, 8, 9 പോയിന്റുകളിലായിട്ട് നമ്മൾ ചിന്തിച്ചത്. സ്പിരിച്വൽ ഡെത്ത് ഈസ് ദ ഡെത്ത് ഓഫ് ഇമോഷൻസ്. 8-ാമത്തേത് ഇറ്റ് ഈസ് ദ ഡെത്ത് ഓഫ് വിൽ. 9-ാമത്തേത് is the death of all loveliness, but becoming active in all ugliness. ബാർക്ലേ എന്ന കമന്റേറ്ററിന്റെ വാക്കുകളാണ് നാം ഏറ്റവും ഒടുവിലായിട്ട് 3 കാര്യങ്ങൾ ചിന്തിച്ചത്. 7, 8, 9. 7-ാമത്തേത് നമ്മൾ കണ്ടു, എല്ലാ വികാരങ്ങളുടെയും തോന്നലുകളുടെയും മരണമാണത്. അതുകൊണ്ട് പാപബോധം പോയിട്ട് കുറ്റബോധം പോലും ആത്മീയമായി മരിച്ചവർക്കില്ല. 8-ാമത്തേത് അത് ഇച്ഛയുടെ മരണമാണ്. അതുകൊണ്ട് ദൈവത്തിനായി ജീവിക്കണമെന്ന ഇച്ഛ പോലും ചിലരിൽ ഇല്ലാതെയായിത്തീരുന്നു. ഒറ്റയടിക്കല്ല ഇല്ലാതാകുന്നത് കേട്ടോ, അത് ക്രമേണയാണ്. സ്തോത്രം. അതുകൊണ്ട് പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തി വേണ്ടതുപോലെ ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നില്ല, പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഒരു വലിയ ആഹ്വാനം, ഒരു വലിയ തേങ്ങൽ, ഒരു വലിയ കരച്ചിൽ, പോരാ, എനിക്ക് ഇനിയുമായി തീരണം, എനിക്ക് ഇനിയും വിശുദ്ധനാകണം, എനിക്ക് ഇനിയും സമർപ്പിക്കപ്പെടണം, എനിക്ക് ഇനിയും കർത്താവിങ്കലേക്ക് അടുക്കണം എന്നൊക്കെയുള്ള ഒരു ഉൾവാഞ്ച. അങ്ങനെയൊന്നും ആയിട്ടില്ല, ഒരുപക്ഷെ അപ്പോഴും പാപത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കാം, പക്ഷെ ഉള്ളിൽ ഒരു ഭയങ്കര ആഗ്രഹം, ഭയങ്കര വ്യഗ്രത, ഭയങ്കരമായ ദാഹം. പക്ഷേ ആ ഒരു ആഗ്രഹവും ആ ഒരു വാഞ്ചയും ഒരു വ്യക്തിയിൽ എല്ലാ കാലവും ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയില്ല. ആ ആഗ്രഹങ്ങൾക്കൊത്ത് ആ വ്യക്തി സമർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ, കർത്താവിങ്കലേക്ക് അടുത്തു വരുന്നില്ലെങ്കിൽ, ക്രമേണ എന്ത് സംഭവിക്കുന്നു? ആ വാഞ്ച പോലും ഇല്ലാതെയായിത്തീരുന്നു. That is the death of the will and emotion. അതാണ് വികാരത്തിൻ്റെയും ഇച്ഛകളുടെയും മരണമെന്ന് പറഞ്ഞത്. അതുതന്നെയാണ് ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞത്, എൻ്റെ ആത്മാവ് സദാകാലവും വെരി ഗുഡ്, സദാകാലവും വായിച്ചുകൊണ്ടിരിക്കില്ല. അതെ, സ്തോത്രം. പാപത്തിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അതിനൊരു കാലയളവുണ്ട്. ആ കാലയളവ് എത്രയാണെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. അത് മുമ്പും നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ഓരോ വിഷയത്തോടനുബന്ധിച്ചും ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തിയോടുള്ള ബന്ധത്തിലും വ്യത്യസ്തമായിരിക്കും. എനിക്ക് 6 മാസം അതിനുള്ള ഒരു ഇടവേള കിട്ടിയെന്ന് വിചാരിച്ച് ഡോക്ടർ സാജുവിന് 6 മാസം കിട്ടണമെന്നില്ല. രാധാകൃഷ്ണനെങ്കിലിന് 6 മാസം അല്ല, അതിൽ കൂടുതലും കിട്ടിയെന്നിരിക്കും. അതൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ഒരു വ്യക്തിയിൽ ദൈവാത്മാവ് ആ നിലയിൽ ഇടപെടുമ്പോൾ ആ ഒരു ബ്രാക്കറ്റ് പീരീഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു കാലയളവിനകം
ദൈവത്തിങ്കലേക്ക് അടുത്തു വരികയും രൂപാന്തരപ്പെടുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ ആ ഒരു തോന്നലും ആ ഒരു പാപബോധവും ദൈവത്തിനായിട്ടുള്ള ആഗ്രഹവും ആ വ്യക്തിയിൽ കുറഞ്ഞ് 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 ഇല്ലാതെയായിത്തീരും. സ്തോത്രം. അത് പിന്നീട് അഗ്ലിയസ്റ്റ്, ഏറ്റവും വിരൂപമായ ഒരവസ്ഥ കൈവരിക്കും. അതാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും മുൻപോട്ട് പോകാം. അതേസമയം ലൗകികമായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ആ വികാരങ്ങളൊന്നും ആരുടെയും ഇല്ലാതാകുന്നില്ല. ആത്മീയമായിട്ട് ഒരുത്തൻ മരിച്ചെന്ന് വിചാരിച്ച് ശാരീരികമായ ലൗകികമായ വികാരങ്ങളും ഇച്ഛകളും ഒന്നും ഇല്ലാതാകുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ വികാരവും ഈ പറഞ്ഞ ഇച്ഛകളും ഒക്കെ ദൈവികമായിട്ടുള്ള മാത്രമാണ്. സ്പിരിച്വൽ ലൈഫ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് മനസാക്ഷി തഴപ്പിച്ചു പോയവരെന്ന് പറയുന്നത്. അവരെ കുറിച്ച് മനസാക്ഷി തഴപ്പിച്ചു പോയവരെന്ന് പറയുന്നത്. അതെ, മനസാക്ഷി തഴമ്പിച്ചു പോയവർ എന്ന് അപ്പോസ്തലൻ വിളിക്കുന്നത് അതുകൊണ്ടാണ്. മനസാക്ഷി തഴമ്പിച്ചു പോയി. മുമ്പൊരിക്കൽ കാനോച്ചൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ വാച്ചിൻ്റെ ഒക്കെ അകത്ത് പല മെഷീനറീസിലും പൽചക്രങ്ങളുണ്ട്. ഇങ്ങനെ പല്ലുകൾ കോർത്തിരിക്കുന്ന, നമ്മുടെ വണ്ടിയിലൊക്കെയും പലതിലൊക്കെ അങ്ങനെയാണ്. അപ്പം ഒരു ചക്രം ഒരു പല്ല് മറ്റേ പല്ലിനകത്ത് കയറി ഉടക്കുമ്പോഴാണ് ഇങ്ങനെ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ കറങ്ങി 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 ഈ പല്ലുകൾ അങ്ങ് തേയും. ഈ പല്ലുകൾ അങ്ങ് തേഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ചുമ്മാതെ കിടന്നങ്ങ് ഓടത്തേ ഉള്ളൂ. ഒന്നിനൊന്നിനോട് ബന്ധം ഉണ്ടാവില്ല, വെറുതെ കിടന്ന് കറങ്ങിയുള്ളൂ. അപ്പോൾ പിന്നെ ആ മോട്ടർ അല്ലെങ്കിൽ ആ ഒരു മെഷീനറി പ്രവർത്തനരഹിതമായി തീരും. കാനോച്ചൻ പലപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു കാര്യം. ഇതുപോലെ പാപത്തിൽ ജീവിച്ച് 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 പലരുടെയും മനസാക്ഷിയുടെ ഈ ചക്രങ്ങൾ അങ്ങ് തേഞ്ഞു മാറും. പിന്നെ അവർക്ക് പാപം ചെയ്യുന്നു എന്ന ഒരു വൈകാരികമായ തോന്നലൊന്നും ഉണ്ടാവത്തില്ല. ഞങ്ങൾ ചെയ്യുന്നു, ജീവിക്കുന്നു, ഇത് സ്വാഭാവികത എന്ന നിലയിൽ അവരങ്ങനെ ജീവിച്ചു പോകും. അതാണ് മനസാക്ഷി മരവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല സമയത്തും ചിന്തിച്ചിട്ടുള്ളത്, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ടെന്ന് യോഹന്നാൻ പറയുന്ന വാക്കുകളെ വികലമായിട്ട് ആരും എടുക്കരുതെന്ന്. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ടത്രേ. അപ്പൊ പലരും ചിന്തിക്കുന്നത്, എൻ്റെ മനസാക്ഷിക്ക് അതൊന്നും ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. ചിലർ പറയാറുണ്ട്, എനിക്ക് എൻ്റെ മനസാക്ഷിയിൽ തെറ്റെന്ന് തോന്നാത്തിടത്തോളം അത് തെറ്റല്ല. അതങ്ങേ ഏറ്റവും വലിയ തെറ്റാ. അതുകൊണ്ട് ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു സത്യം ഞാൻ വിളിച്ചു പറയാറുണ്ട് പലയിടത്തും. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭകളിലും ഞാൻ ആവർത്തിച്ചു പറയാറുണ്ട്. ട്രെയിൻ അവർ കോൺഷ്യൻസ് വിത്ത് the scriptures. Train our conscience with the scriptures. തിരുവെഴുത്തുകളിൽ നമ്മുടെ മനസാക്ഷിയെ നമുക്ക് പരിശീലിപ്പിക്കണം, അഭ്യസിപ്പിക്കണം. നമ്മുടെ മനസാക്ഷി നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് രൂപപ്പെടുന്നത്. ഞാൻ നിങ്ങളോടൊരിക്കൽ പറഞ്ഞിരുന്നല്ലോ, ഞാനൊരു സ്ഥലത്ത് ഒരു പാസ്റ്റേഴ്സ് ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞിട്ട് തിരികെ വരുമ്പോൾ
ആ യോഗത്തിൽ സംബന്ധിച്ച ഒരു പാസ്റ്ററും കുടുംബവും എന്നോടൊപ്പം കുറച്ചു ദൂരം യാത്ര ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു പുതിയ പ്രവർത്തനം നടത്തുന്ന അദ്ദേഹം അവിടെ കുറച്ചുപേര് സ്നാനത്തിന് തയ്യാറായിരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയും കൂടെ ആയതുകൊണ്ട് എന്നോട് ചോദിച്ചു, സാറേ അവരെ സ്നാനപ്പെടുത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടെങ്കിൽ സ്നാനപ്പെടുത്തരുതോ? അല്ല, അപ്പോൾ അവർ ചെയ്യുന്ന ഒരു തൊഴിൽ, അവരുടെ ഒരു കുലത്തൊഴിലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും. പോക്കറ്റടിയാണ് ആ ഒരു പ്രത്യേക ജാതിയുടെ തൊഴിലെന്ന് പറയുന്നത്. അവരുടെ കുടുംബപരമായിട്ടുള്ള പാരമ്പര്യമായ തൊഴിലാണ് പോക്കറ്റ് അടിച്ച് ജീവിക്കുക. അവരതിനെ ഒരു തൊഴിലായിട്ട്, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ തൻ്റെ IT ഫീൽഡ് തൊഴിലായി കാണുന്നത് പോലെ, ഒരു ഡോക്ടർ അദ്ദേഹം പരിശീലിച്ച ചികിത്സാ വിഭാഗത്തെ ഒരു തൊഴിലായി കാണുന്നത് പോലെ, ഈ കൂട്ടർ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പോക്കറ്റടി അവരുടെ കുലത്തൊഴിലായി കാണുന്നു. അവർക്ക് അതിനെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള പാപമെന്ന ബോധമില്ല. അപ്പോൾ ഓരോരുത്തരുടെ മനസ്സാക്ഷി അവർ ജനിച്ച് ജീവിച്ച സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ മനസാക്ഷി എന്നെ കുറ്റം വിധിക്കുന്നില്ല എന്ന് കരുതി ഞാൻ കുറ്റക്കാരനല്ല എന്ന് വരില്ല. പൗലോസ് പറയുന്ന കാര്യം നമ്മൾ ഒത്തിരി വായിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു ഞാൻ വിടുന്നേ ഉള്ളൂ. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധ്യമില്ല, അല്ലെങ്കിൽ ബോധമില്ല എന്നതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. കണ്ടോ? ഇവിടെ മനസാക്ഷി പോലും മരവിച്ചുപോയി. എന്നാൽ വളരെ സംവേദനശീലതയോടെ നിൽക്കുന്ന മനസാക്ഷി പോലും എപ്പോഴും ശരിയാകണമെന്നില്ല. അതുകൊണ്ട് മനസ്സിൻ്റെ വാക്കുകളെ മാത്രം കേട്ടും വിശ്വസിച്ചും ആരും പോയി വഞ്ചിതരാകരുതെന്നാണ് സാരം. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? മനസാക്ഷി പോലും മരവിച്ചു പോയവർ, മനസാക്ഷി പോലും മരവിച്ചു പോയവരാ. ഇതാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. സ്തോത്രം. മറ്റെന്തെങ്കിലും? ഒന്നുമില്ല എങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. സ്തോത്രം. അപ്പോൾ നമ്മൾ കണ്ടത് ഈ 9 കൂട്ടം കാര്യങ്ങളാണ്. ആത്മീയ മരണം എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങളോട് കൂട്ടിച്ചേർത്തൊന്നും കൂടെ പറയുന്നു. ബീയിങ് ഇനാക്റ്റീവ് ടു ദ വിൽ, പർപ്പസ് and commandments of God. Being inactive to the will, purpose and commandments of God. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്നിവയോടുള്ള നിസ്സംഗത. സ്തോത്രം. അതുപോലെ സ്തോത്രം, such people will be unattentive to
the call of God. Dead saints, dead people, spiritually dead ones will be unattentive to the call of God. ദൈവത്തിൻ്റെ വിളികളോട് നാം പുറം തിരിഞ്ഞു നിൽക്കും ആത്മീയമായി മരിച്ചെങ്കിൽ. അപ്പോൾ ആത്മീയ മരണത്തിൻ്റെ 10ാമത്തെ ഒരു സംഗതി നമ്മൾ ചിന്തിക്കുന്നതാണിത്. എന്തിനൊക്കെയാ ദൈവം വിളിക്കുന്നത്? വാട്ട് ആർ ദ കോൾ ഓഫ് ഗോഡ് ഫോർ? God's call for a higher spiritual standard. ഒരു ഉയർന്ന ആത്മീയ നിലവാരത്തിലെ ജീവിതത്തിനു വേണ്ടി ദൈവം നമ്മെ വിളിക്കുന്നു. പക്ഷേ ആത്മീയമായി മരിച്ചവർ ആ വിളിയോട് അൺഅറ്റൻറ്റീവ്, ആ വിളിയോട് നമുക്ക് പ്രതികരിക്കാൻ ഒക്കാതെ, ആ വിളിയോട് നമുക്ക് അനുസരണഭാവം പുലർത്തുവാൻ കഴിയാതെ ആയിത്തീരും. A call to continual communion. Continual communion. In Johannine language, to remain in him, to abide in him. ദൈവം നമ്മെ വിളിക്കുന്ന ദൈവത്തിൻ്റെ വിളിയാണ് അടുത്ത വിളി. എന്തിനാണ്? കർത്താവിൽ നിരന്തരം വസിപ്പാനുള്ളവരാകുവാൻ ഒരു വിളി. സ്തോത്രം. കർത്താവിൻ്റെ വിളി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ ചിന്തിക്കുന്നത് എന്താണ്? പൊതുവെ നമ്മുടെ ഇടയിൽ കർത്താവിൻ്റെ വിളിയുണ്ടവനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടെന്നാ പൊതുവേ നമ്മുടെ ധാരണ. വിളിയെന്ന് പറഞ്ഞാൽ ഉപദേശിയാകാൻ വേണ്ടി വിളിക്കുന്നുവെന്ന, അതൊക്കെ ഒടുവിലത്തെ കാര്യമാണ്. അതിനു മുമ്പ് എല്ലാവരെയും കർത്താവ് എന്തിനാ വിളിക്കുന്നത്? ടു അബൈഡ് ഇൻ ഹിം, ടു റിമെയിൻ ഇൻ ഹിം. വിളി എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രമല്ല, ജോലി വിട്ടിട്ട് ബൈബിൾ സ്കൂളിൽ പോകാനുള്ള സംഗതി അല്ല ഈ വിളി എന്ന് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. വിളിയുടെ ആദ്യ ഭാഗം എ കോൾ അൺടു ഹിംസെൽഫ് എന്നുള്ളതാണ്. അത് സാധാരണ നാച്ചുറൽ മാൻ, സാധാരണ മനുഷ്യനെയാണ് അതിനു വേണ്ടി കർത്താവ് വിളിക്കുന്നത്. പ്രാകൃത മനുഷ്യനെ കർത്താവ് വിളിക്കുന്ന വിളിയാണ് ഏറ്റവും ഒന്നാമത്തെ വിളി. അതെന്തിനു വേണ്ടിയുള്ള വിളിയാ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ദൈവമക്കളായി എൻ്റെ അടുക്കലേക്ക് വരിക, ദൈവമക്കളായി തീരാനുള്ള വിളിയ. സ്തോത്രം. ദൈവമക്കളായി തീരാനുള്ള വിളിയത്. എന്നാൽ ആ വിളി കേട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ചവരെ പിന്നെ കർത്താവ് വിളിക്കുന്നത് എന്തിനു വേണ്ടിയാ? കം ആഫ്റ്റർ മീ, എന്നെ അനുഗമിക്കുക, ശിഷ്യത്വത്തിനായിട്ടുള്ള വിളിയ. ആ വിളിയിൽ ഒരു പ്രധാനപ്പെട്ട വിളിയാണ് എ കോൾ ടു റിമെയിൻ ഇൻ ഹിം, എ കോൾ for a continual communion with him, a call to abide in him. കർത്താവിൽ വസിക്കാൻ, ക്രിസ്തുവിൽ നിരന്തരം നിലനിൽക്കാൻ, കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ വസിപ്പാൻ ഉള്ള വിളി. അതിനെ നമ്മുടെ ഇടയിൽ ആരും വിളിയായിട്ട് അങ്ങനെ കാണാറില്ല. സ്തോത്രം. സുവിശേഷ വേലയ്ക്കുള്ള വിളിയേക്കാൾ പ്രധാനപ്പെട്ട വിളിയാണ് ക്രിസ്തുവിൽ വസിക്കാനുള്ള വിളി. കർത്താവ് വിളിക്കുക, വാ എന്നിൽ വസിക്കൂ, അവനിൽ വസിപ്പീൻ. കർത്താവ് പറയുന്നു എന്നിൽ വസിപ്പീൻ.
സ്തോത്രം. വല്ലപ്പോഴും ഒക്കെ ഒന്ന് വന്നു പോകാനല്ല. നോട്ട് എ വിസിറ്റിംഗ് ക്രിസ്ത്യൻ ബട്ട് ആൻ അബൈഡിങ് ക്രിസ്ത്യൻ. ദൈവത്തെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് സന്ദർശിക്കുന്ന ക്രിസ്ത്യാനിയല്ല കർത്താവിന് വേണ്ടത്. പ്രശ്നം വരുമ്പോഴും രോഗം വരുമ്പോഴും ഒക്കെ ഒരു സന്ദർശനം നടത്തുന്ന ക്രിസ്ത്യാനിയല്ല വേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ അല്ലെങ്കിൽ ക്രൈസ്തവ മാർഗത്തിൽ തീർത്ഥാടനങ്ങളില്ലാത്തത്. തീർത്ഥാടനങ്ങളാണെങ്കിൽ അങ്ങേയറ്റം പോയാൽ ആണ്ടിൽ ഒരിക്കലൊന്ന് പോയാൽ മതി. എന്നാൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. നാം അത് ചെയ്യാത്തത് നാം അവനിൽ നിരന്തരം വസിക്കുവാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതുകൊണ്ട്. സ്തോത്രം. കർത്താവിൽ നിരന്തരം വസിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന്. പ്രൈസ് ഗോഡ്. So these spiritually dead people, they will be unattentive to the call of God for continual communion and remaining in Him, and also for a higher spiritual standard. ഇന്ന് നാം ആയിരിക്കുന്നതിൽ നിന്നും ഉയർന്ന ഒരു ആത്മീയ നിലവാരത്തിലേക്ക്, വിശുദ്ധിയുടെ വളർച്ചയിലേക്ക്, ന്യൂജൻകാർ പറയുന്ന അടുത്തൊരു ലെവലൊന്നും അല്ലത് കേട്ടോ. പകരം ഇന്ന് നാം ആയിരിക്കുന്ന ആത്മീയ അവസ്ഥയിൽ നിന്ന് ദൈവത്തോടുള്ള അകൽച്ച കുറച്ച് കുറച്ച് കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. സ്തോത്രം. കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥ. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. A call unto a witnessing life. A call unto a witnessing life. കർത്താവ് നമ്മെ വിളിക്കുന്ന മറ്റൊരു വിളിയാണ് യേശുവിനെ സാക്ഷീകരിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി. ഇതും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതാണെന്ന് കരുതരുത്. ജോലി രാജിവെച്ച് ഇറങ്ങുന്നതാണെന്നും ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതാണെന്നും കരുതരുത്. യേശുവിനെ സാക്ഷീകരിക്കുന്ന ജീവിതം എന്നതുകൊണ്ട് സുവിശേഷ വേലയല്ല ഉദ്ദേശിക്കുന്നത്. സുവിശേഷ വേലയാണ്, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പോലത്തെ സുവിശേഷ വേലയല്ല. ഓരോ വിശ്വാസിയെയും കർത്താവ് ഇതിനു വേണ്ടി വിളിക്കുന്നു. ഓരോ ക്രിസ്തു ഭക്തനെയും കർത്താവ് അതിനു വേണ്ടി ക്ഷണിക്കുന്നു. എന്തിനാ? നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ യേശുവിനെ സാക്ഷീകരിക്കുക. നിങ്ങൾ ഡോക്ടറാകട്ടെ, നഴ്സാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, ടീച്ചർ ആകട്ടെ, ഒരു ലേബർ ക്ലാസ് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ലേബർ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാകട്ടെ, റിട്ടയേർഡ് ആകട്ടെ, പഠിക്കുന്നയാളാകട്ടെ, പാസ്റ്റർ ആകട്ടെ, എവിടെയും നാം യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അതിന് ഓരോ വിശ്വാസിയെയും കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. ജോലിയൊക്കെ പിന്നെ കളഞ്ഞാൽ മതി. ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലത്ത് യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുക. സ്തോത്രം. പലരും തങ്ങളുടെ ജോലി മണ്ഡലത്തിൽ തങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണ്, താനൊരു പെന്തക്കോസ്തുകാരൻ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരിയാണ് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. പരിണതഫലം എന്തുമാകട്ടെ, പക്ഷേ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പക്ഷേ ആത്മീയമായി മരിച്ചയാൾക്ക് അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നെ യേശുവിൻ്റെ സാക്ഷിയാകാൻ
ദൈവം വിളിക്കുന്നു. ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു എന്ന തിരിച്ചറിവ് ആത്മീയമായി മരിച്ചവനിൽ ഉണ്ടാവില്ല. അവൻ കരുതുന്നത് ചർച്ചിൽ പോകണം, ഞായറാഴ്ച യോഗമൊക്കെ അറ്റൻഡ് ചെയ്യണം, ദശാംശ സ്തോത്രാഴ്ചയും കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് തീർന്നു. ഞായറാഴ്ച പോയില്ലെങ്കിലും സാരമില്ല, ഡിസംബർ 31 പോയിരിക്കണം. ആ ഡിസംബർ 31 രാത്രിയിലത്തെ യോഗത്തിൽ സംബന്ധിക്കുന്നതോടുകൂടെ ആ ഒരു വർഷം സഭായോഗത്തിൽ സംബന്ധിക്കാൻ എല്ലാ പാപവും മായ്ച്ചു കിട്ടും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണുള്ളത്. ഇതല്ല ആത്മീയമായി ജീവനുള്ള വ്യക്തിയുടെ ലക്ഷണം. അവൻ ഈ കർത്താവിൻ്റെ ആഹ്വാനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. അതിനെ ഗൗരവമായിട്ടെടുത്ത് അതിനോട് അനുസരണപൂർണമായിട്ട് പ്രതികരിക്കും. A spiritually dead person will be unattentive to the call of God, even for living with eternal values. God is calling you and me to live with eternal values. നിത്യമായ മൂല്യങ്ങളോട്, നിത്യതയുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം, നിത്യമായ മൂല്യങ്ങളോടുകൂടിയ ഒരു ജീവിതം നയിപ്പാനാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ കുറെ നാളുകൾക്ക് ശേഷം ഞാനുമായിട്ട് കണ്ടുമുട്ടി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അറിയുന്ന മറ്റൊരു ചെറുപ്പക്കാരനെ കുറിച്ച് ഈ ചെറുപ്പക്കാരൻ സഹോദരൻ എന്നോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അവര് തമ്മിൽ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കണ്ടുമുട്ടിയപ്പോൾ എന്തോ ഒരല്പം ഈശാപൂശ ഉണ്ടായി. അതിൽ എന്നോടിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന ആ സഹോദരൻ മറ്റേ സഹോദരനെ എന്തോ വിഷയത്തിൽ മുറിപ്പെടുത്തിയിട്ട് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോഴത്തേക്കിനും മറ്റേ സഹോദരൻ പിണങ്ങി. അപ്പോഴത്തേക്കിനും ഇദ്ദേഹത്തിന് ആ ഒരു തെറ്റ് മനസ്സിലായിട്ട് സോറി പറഞ്ഞു. ബ്രദറെ ക്ഷമിക്കുക, തെറ്റുപറ്റിപ്പോയി, സോറി. അപ്പം മറ്റേ പുള്ളി പറഞ്ഞു, നീ സോറി പറഞ്ഞത് കൊണ്ട് ദൈവം ക്ഷമിക്കുമായിരിക്കും, പക്ഷെ ഞാൻ ക്ഷമിക്കത്തില്ലെന്ന്. എങ്ങനെയുണ്ട്? നീ സോറി പറഞ്ഞത് കൊണ്ടൊരു പക്ഷേ ദൈവം ക്ഷമിച്ചേക്കാം, പക്ഷെ ഞാൻ ക്ഷമിക്കത്തില്ല നിന്നോട്. ഇപ്പൊ എന്നോട് ഈ ചെറുപ്പക്കാരൻ പറയായിരുന്നു, അവനെ കണ്ടുമുട്ടുന്നെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കാൻ പറയാൻ. ചിലർ പറയും ക്ഷമിച്ചാലും ഞാൻ മറക്കത്തില്ലെന്ന്. എന്നാലും വേണ്ടില്ല, അങ്ങ് ക്ഷമിക്ക. പക്ഷേ മറക്കത്തില്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം ക്ഷമിക്കത്തില്ലെന്ന് തന്നെ. മറക്കത്തില്ല, അത് ശരിയാണ്. ആ ഓർമ്മ നമ്മിൽ പലപ്പോഴും കിടക്കും, അത് ശരി തന്നെയാണ്. പക്ഷേ ആ ഓർമ്മയ്ക്കനുസരിച്ച് നമ്മൾ ആ വ്യക്തിയെ കാണുകയോ തന്നോട് ഇടപെടുകയോ ചെയ്യത്തില്ലെന്നുള്ളതാ സത്യം. ക്ഷമിച്ചാൽ ചിലപ്പോൾ ബാബുവെങ്കിൽ എന്നെ മുറിപ്പെടുത്തിയത്, എന്നോട് തെറ്റായിട്ട് ഇടപെട്ടത് എനിക്ക് ജീവകാലം മുഴുവനും ഓർമ്മ കണ്ടേക്കാം. പക്ഷേ ആ ഓർമ്മ ഒരിക്കലും എന്നെ അദ്ദേഹത്തെ വെറുക്കാനോ ഇപ്പൊ ചിരിച്ചോ മറ്റേ പുള്ളി അല്ലായിരുന്നോ എന്ന ചിന്ത എന്നിൽ കൊണ്ടുവരാനോ ഇടയാക്കത്തില്ല. സ്തോത്രം. എന്നാൽ കർത്താവ് എന്തിനാ വിളിക്കുന്നത്? ആത്മീയമായി മരിച്ചവനാണെങ്കിൽ
ഹൃദയപൂർവം ക്ഷമിക്കുക എന്ന കർത്താവിൻ്റെ ആഹ്വാനത്തിന് യാതൊരു വിലയും കൊടുക്കത്തില്ല. ആത്മീയമായി മരിച്ചവനാണെങ്കിൽ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പീൻ എന്ന കൽപ്പനയ്ക്കൊരു പ്രാധാന്യവും കൊടുക്കത്തില്ല. എന്നാൽ ആത്മീയമായി ജീവനുള്ളവനാണെങ്കിൽ ഈ വിധമായ നിത്യതയുടെ മൂല്യങ്ങളെ വലുതായി കണ്ടുകൊണ്ട് ജീവിപ്പാൻ അവർക്കൊരു പ്രയാസവും കാണില്ല. സ്തോത്രം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ആത്മീയമായി മരിച്ചവന്റെ 10ാമത്തെ ലക്ഷണമാണ് നാം ഇതിനു മുമ്പും ചിന്തിച്ച ചില കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞത്. നാം ആത്മീയമായി ജീവനുള്ളവരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ വിപരീതമായി നാം നമ്മുടെ ജീവിതത്തെ ദൈവോന്മുഖമായി നയിച്ചുകൊണ്ടിരിക്കുന്നവരാകും. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ? ഒന്നുമില്ലെന്ന് കരുതട്ടെ. ക്രിസ്തുവിൽ വസിക്കുന്നതിന് ഞാൻ പലപ്പോഴും നൽകാറുള്ള ഒരു ഉദാഹരണം സിജു ഓർമ്മപ്പെടുത്തുന്നു. സാധു സുന്ദർ സിംഗ് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. ഇരുമ്പിൻ്റെയും തീയുടെയും കഥ. കൊല്ലൻ്റെ ആലയിൽ ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടു കൊടുത്താൽ അയാൾ അത് കനലിലേക്കിടും. അപ്പോൾ സുന്ദർ സിംഗ് ചോദിക്കുന്നു, ഇപ്പോൾ ഇരുമ്പ് എവിടെ? തീയിൽ. കുറെ നേരം അയാൾ അതിന് കാറ്റ് കൊടുക്കും. തൻ്റെ ഫാൻ ഉപയോഗിക്കും. കനലാളി കത്തി ജ്വലിച്ച് തീക്കകത്ത് കിടക്കുന്ന ഇരുമ്പിനെ പഴുപ്പിക്കും. ഇപ്പോൾ ഇരുമ്പും കനലും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്തതുപോലെ ഒരേ നിറമാകും. അപ്പോൾ സുന്ദർ സിംഗ് ചോദിക്കും, ഇപ്പോൾ ഇരുമ്പ് തീയിലാണോ അതോ തീ ഇരുമ്പിലാണോ? രണ്ടും കൂടെ അല്ല, ഇപ്പോഴും ഇരുമ്പ് തീയിൽ തന്നെ, പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായി. ആ തീ ഇരുമ്പിനകത്തേക്ക് പ്രവേശിച്ചു. ഇതാണ് ക്രിസ്തുവും നാമും തമ്മിലുള്ള ബന്ധം. ആ കൂട്ടായ്മയിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. സ്തോത്രം. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. എങ്കിൽ 11ാമത്തെ ഒരു ലക്ഷണവും കൂടെ. ആത്മീയമായി മരിച്ചവന് തൻ്റെ നഗ്നതയെക്കുറിച്ചോ ലജ്ജാകരമായ അവസ്ഥകളെക്കുറിച്ചോ അവൻ്റെ പാപത്തെക്കുറിച്ചോ തിരിച്ചറിയാൻ പറ്റില്ല. A spiritually dead person will be blind towards or dead towards his own nakedness, his own fallenness, his own depravity. തൻ്റെ സ്വന്തം മരണത്തെപ്പറ്റി തിരിച്ചറിയാൻ സാധിക്കാത്തവരാണ്
തൻ്റെ സ്വന്തം നഗ്നത തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ആത്മീയമായി മരിച്ചവർ. ലവോദിക്യ സഭയുള്ള ബന്ധത്തിൽ അത് വളരെ പ്രസക്തമാണ്. ലവോദിക്യ സഭയോട് കർത്താവ് പറയുന്ന കാര്യം നമുക്കറിയാമല്ലോ. സഭയെപ്പറ്റി തന്നെ എന്താ പറയുന്നത്? ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നു. സ്തോത്രം. ഈ 3 കാര്യങ്ങളാണ് സെൽഫ് അറ്റസ്റ്റേഷൻ ഓഫ് എ സ്പിരിച്വലി ഡെഡ് പേഴ്സൺ ഓർ എ സ്പിരിച്വലി ഡെഡ് ചർച്ച്. ആത്മീയമായി മരിച്ച ഒരു വ്യക്തിയുടെയോ സഭയുടെയോ സ്വയ പ്രഖ്യാപനങ്ങളാണ് ഈ 3 എത്രാമത്തെ വാക്യമാ? 17. 3-ാം അധ്യായം വെളിപ്പാട് 3:17 ലവോദിക്യ സഭ തന്നെപ്പറ്റി തന്നെ പറയുന്ന കാര്യം. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, അതുകൊണ്ട് എനിക്ക് യാതൊന്നിൻ്റെയും ആവശ്യമില്ല. അതാണ് എനിക്ക് മുട്ടില്ല, യാതൊരു മുട്ടുമില്ല, എനിക്ക് എല്ലാം ഉണ്ട്, ഞാൻ തൃപ്തനായിരിക്കുന്നു. ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ ഫസ്റ്റ് ബിയാറ്റിറ്റ്യൂഡ്. ആദ്യത്തെ അഷ്ടഭാഗ്യ വർണ്ണനയ്ക്ക് നേരെ വിപരീതമായ ഒരു പ്രഖ്യാപനം. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും കുറവില്ല അഥവാ മുട്ടില്ല, എനിക്കൊന്നിൻ്റെയും ആവശ്യമില്ല എന്നർത്ഥം. പക്ഷേ യഥാർത്ഥ അവസ്ഥ എന്തുവാ? നിർഭാഗ്യവാൻ, അരിഷ്ടൻ. ഒന്ന് നിർഭാഗ്യവാൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. സ്തോത്രം. യഥാർത്ഥ അവസ്ഥയാണ് ക്രിസ്തു പറഞ്ഞു കൊടുക്കുന്നത്. ഈ 5. വീണ്ടും പറയുന്നു, എന്ന് നീ അറിയാതിരിക്കുന്നു. ഈ അവസ്ഥകളെ സ്വയമായിട്ട് തിരിച്ചറിയാൻ വയ്യാതിരിക്കുന്നു. 7-മതൊരവസ്ഥയുണ്ട് 20-ാം വാക്യത്തിൽ, ക്രിസ്തു ഇല്ലാത്ത അവസ്ഥ. യേശു കർത്താവ് എന്നേ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എപ്പോൾ പോയെന്ന് അറിയത്ത് പോലുമില്ല. പോയതേ അറിഞ്ഞിട്ടില്ല ഇതുവരെ, പിന്നല്ലേ എപ്പോൾ പോയെന്നുള്ളത്. ഇതാണ് ആത്മീയമായി മരിച്ചതിൻ്റെ ഒരു ലക്ഷണം. എന്താ? സ്വയബോധമില്ലാതിരിക്കുക. നമ്മൾ ഗാഠനിദ്രയിലാണെങ്കിൽ എവിടെയാ കിടക്കുന്നതെന്നോ എന്തെങ്കിലും നമ്മൾ തിരിച്ചറിയുമോ? പരിസരബോധം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ എഫേസ്യർ 5:24 വായിച്ചത്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. അപ്പൊ ഈ ആത്മീയമായ നിദ്ര നമ്മെ സ്വയബോധമില്ലാത്തവരാക്കും, പരിസരബോധമില്ലാത്തവരാക്കും, സമയബോധമില്ലാത്തവരാക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ കിടന്നുറങ്ങിയിട്ട്, എൻ്റെ പൊന്നെ ഇത്രയും നേരമായോ, 5 മണിക്ക് അലാം വെച്ചിട്ട് കിടന്ന എഴുന്നേറ്റപ്പോൾ 7:30 അയ്യോ, ഇതെന്താ അലാറം അടിച്ചില്ലേ? നമ്മൾ നോക്കും. അലാമൊക്കെ എത്ര പ്രാവശ്യം അടിച്ചു, തലക്കട വെച്ചേക്കായിരുന്നു സാധനം, പക്ഷേ നമ്മൾ അറിഞ്ഞില്ല, അത്ര കുറവായിരുന്നു. ചിലപ്പം കുഞ്ഞുങ്ങളെ അന്ന് സ്കൂളിൽ വിടാൻ പറ്റിയില്ല, ഓഫീസിൽ പോകാൻ പറ്റിയില്ലെന്ന് ഉറങ്ങിപ്പോയി, ബോധമില്ലാതെ കിടന്നു. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5 പൗലോസ് പറയുന്നത്,
സമയത്തെ നിങ്ങൾ വിവേചിക്കണം, സുബോധമുള്ളവരായിരിക്കണം. അപ്പോൾ ആത്മീയമായി മരിച്ചവന്റെ 11ാമത്തെ ലക്ഷണമാണ് സുബോധമില്ലായ്മ, സ്വയബോധമില്ലായ്മ, സ്വന്തം തെറ്റുകളെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ച് ബോധ്യമില്ലായ്മ, സ്വന്തം വീഴ്ചയെ അറിയാതിരിക്കുക, സ്വന്തം നഗ്നതയെക്കുറിച്ച് പോലും അറിവില്ലാതിരിക്കുക. രാത്രിയിലെന്ന് വേണ്ട, ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കുന്ന ആരെങ്കിലും താൻ കൂർക്കം വലിക്കുന്നയാളാണെന്ന് സമ്മതിക്കുമോ? ഇല്ല. കാരണം അവർ പറയുന്നത്, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഞാൻ കൂർക്കം വലിക്കുന്നതെന്ന്. കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ ആരാ സ്വന്തം കൂർക്കം വലി കേൾക്കുന്നേ? ഇത് തന്നെയാ മരണത്തിന്റെ അവസ്ഥ. ഞാൻ കൂർക്കം വലിക്കത്തില്ല. അവൻ ഉണർന്നിരിക്കുമ്പം വേറെ ആരെങ്കിലും കൂർക്കം വലിച്ചാൽ കൈകൊട്ടി ചിരിക്കുകയും ചെയ്യും. ഏതാണ്ട് കേട്ടോ, കയറ്റം ഫസ്റ്റ് ഗിയറിൽ കയറ്റം കയറുന്ന കയറ്റം കണ്ടോന്ന് പറയും. ഇതിനേക്കാൾ ഫസ്റ്റ് ഗിയറിൽ കയറ്റം കയറുന്ന ആളാണ് ഈ പുള്ളി. പക്ഷെ ഈ പുള്ളിക്ക് അറിയത്തില്ല സ്വയം കൂർക്കം വലിക്കുമെന്ന്. വലിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദേഷ്യവും പെടും. ഞാനോ? ഇല്ലെന്നല്ല പറഞ്ഞേ. ആത്മീയമായി മരിച്ചവന്റെ അവസ്ഥയായത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്താം. ആത്മീയമായി മരിച്ചവന്റെ 12ാമത്തെ ലക്ഷണം, a spiritually dead person will be ignorant about the need of the neighbor, the state of his friend or his neighbor. തൻ്റെ കൂട്ടുകാരൻ്റെ അവസ്ഥയെ അല്ലെങ്കിൽ അയലത്തുകാരൻ്റെ ആവശ്യത്തെക്കുറിച്ച് ബോധമില്ലാത്തവനായിരിക്കും ആത്മീയമായി മരിച്ചവൻ. അയലത്തുകാരനെന്നും കൂട്ടുകാരനെന്നും ഉള്ളത് വേദപുസ്തക ഭാഷയാണ്, അല്ലാതെ നമ്മുടെ സാധാരണ ഭാഷയല്ല. ആത്മീയമായി മരിച്ചവന് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ചോ അവസ്ഥകളെക്കുറിച്ചോ ബോധമുണ്ടാവില്ല, അജ്ഞനായിരിക്കും അവൻ. എന്നാൽ ആത്മീയമായി ഉണർന്നിരിക്കുന്ന ഒരുത്തന് തൻ്റെ സ്നേഹിതനെക്കുറിച്ച്, അയൽക്കാരനെക്കുറിച്ച്, അതായത് അപരനെക്കുറിച്ച് ഏറെ ചിന്തയുള്ളവനും ബോധ്യമുള്ളവനുമായിരിക്കും തങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചൊക്കെ. വിശദീകരണം ആവശ്യമില്ലല്ലോ ആ വിഷയത്തിൽ. അയലത്തുകാരൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്തുവാ? സ്നേഹം. വേറെ എന്തെങ്കിലും കൂടെ? ഫുഡ്. അയലത്തുകാരൻ്റെ ഏറ്റവും വലിയ ആവശ്യം അവന് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ആവശ്യം. പാപത്തിൽ അവൻ മരിച്ചവനാണ് എന്ന ബോധ്യം നമുക്കുണ്ടായാൽ, അവൻ ദൈവക്രോധത്തിന് ഇരയാണെന്ന ബോധ്യം നമുക്കുണ്ടായാൽ, മറ്റെന്തിനേക്കാളും ഉപരി അയലത്തുകാരൻ്റെ ആവശ്യമായി നാം മനസ്സിലാക്കുന്നത് സുവിശേഷത്തിൻ്റെ ആവശ്യമാണ്, ക്രിസ്തുവിൻ്റെ രക്ഷകന്റെ ആവശ്യമാണ്.
അത് കഴിഞ്ഞ് ചാരിറ്റി, സ്നേഹവും, അവന് ഭൗതികമായി വൈകാരികമായി ഒക്കെ ആവശ്യമുള്ളതുമൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഏറ്റവും അധികം ആത്മീയമായി മരിച്ച ഒരുത്തന് മറ്റുള്ളവരുടെ നാശത്തെക്കുറിച്ച്, ക്രിസ്തുവില്ലാതെ നിത്യനാശത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ബോധ്യമില്ലാതിരിക്കും. അതോടൊപ്പം മറ്റ് മനുഷ്യരുടെ ശാരീരിക, ഭൗതിക, മാനസിക ആവശ്യങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ടാവും. അവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനുമൊക്കെ ആത്മീയമായി ജീവനുള്ള ഒരു വ്യക്തിക്ക് സാധിക്കും. അപ്പോൾ കുറഞ്ഞത് ഈ 12 തരം ലക്ഷണങ്ങളെങ്കിലും ആത്മീയമായി മരിച്ചതിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, വിഷയാസ്പദമായിട്ട്. ഫസ്റ്റ് 6-ാമത്തേതും 10-ാമത്തേതും ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്ന വിഷയങ്ങളാണ്. അതെ അതെ അതെ. 6-ാമത്തേതിൽ നിന്ന് കുറച്ചുകൂടെ വിശദീകരണം 10-ാമത്തേതിൽ ഉണ്ടായിരുന്നു മാത്രം. നിത്യമായ മൂല്യങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ ഒന്ന് പറഞ്ഞു തരാമോ പാസ്റ്റർ? നിത്യമായ മൂല്യങ്ങൾ. മൂല്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം, അതും നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും 15-ാമത്തെ അധ്യായം, സോറി 16:15, ലൂക്ക് 16:15, 16:15. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ലൂക്കോസ് അവൻ 16. അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവർ ആകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുമ്പാകെ അറപ്പത്രേ. മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായത്, മോർ വാല്യുബിൾ, മനുഷ്യർ മാർക്ക് കൂടുതൽ കൊടുക്കുന്നത്, ഉന്നതമായത് ദൈവത്തിന് മുമ്പാകെ അറപ്പത്രേ. ഭൂമിയിലെ പേരും പ്രശസ്തിയും ധനവും മാനവും ഒക്കെ ലോകപ്രകാരം ഏറെ വിലപ്പെട്ടതാണ്. പക്ഷേ ദൈവത്തിന് മുമ്പാകെ അവയെല്ലാം തന്നെ അറപ്പായതാണ്. ദൈവം എന്തിനാണ് മൂല്യം കൽപ്പിക്കുന്നത്? നിത്യതയിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക് നാം ഏറെ വില കൽപ്പിക്കണം. ഏറെ വില കൽപ്പിക്കണം. ഇപ്പൊ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ, ക്ഷമിക്കുന്ന കാര്യം. ലോകപ്രകാരം ആരാ വലിയവൻ? ക്ഷമിക്കുന്നവനാണോ
ക്ഷമിക്കാത്തവനാണോ? ലോകപ്രകാരം വലിയവൻ, ശക്തൻ, ക്ഷമിക്കാത്തവനാ. പക്ഷേ നിത്യതയുടെ കണ്ണുകളിൽ കൂടെ നോക്കിയാലോ? ക്ഷമിക്കുന്നവൻ. നമ്മൾ ഏതിനാണ് മൂല്യം കൂടുതൽ കൊടുക്കുന്നത്? ക്ഷമിക്കുന്നവന് തന്നെ. കൊടുക്കേണ്ടത് ക്ഷമിക്കുന്നവനാണ്. ബട്ട് സംടൈംസ് ഇപ്പം രാജീവ് ബ്രദറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞാൻ പറയും, വിട്ടുകള ബ്രദറെ, ക്ഷമിക്കു ബ്രദറെ. ക്ഷമിക്കുന്നവനാണെന്നേ ശക്തൻ. ക്ഷമിക്കുവാനല്ലേ കൂടുതൽ ശക്തി വേണ്ടത്? അതേ വിഷയം രാജീവ് ബ്രദറിന്റെ സ്ഥാനത്ത് ഞാനാണ് നാളെ വരുന്നത്. ആ സമയത്തും ബ്രദർ രാജു നായരോട് ഞാൻ പറഞ്ഞ അതേ മൂല്യം ഞാനുമായുള്ള ബന്ധത്തിൽ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുമോ? സ്തോത്രം. നമ്മുടെ മനസ്സിൽ ഡീഫോൾട്ടായിട്ട് കിടപ്പുണ്ട്. ഡോക്ടർ സാജി പറഞ്ഞതുപോലെ ക്ഷമിക്കുന്നവൻ തന്നെയാണ് ശക്തനെന്ന് നമ്മൾ അറിയുന്നു, അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ക്ഷമിക്കുന്നത് നമ്മളാകേണ്ടി വരുമ്പോൾ, ഞാനാകേണ്ടി വരുമ്പോൾ, അതേ ചിന്ത എന്നിൽ ആഴത്തിൽ വരുന്നുമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, ഞാൻ അങ്ങനെ കൊച്ചാവാൻ പോകുന്നില്ല. അവിടെയാണ് നിത്യതയുടെ മൂല്യം. അതുപോലെ തന്നെ സ്നേഹം, പരോപകാരം, ഈ വിഷയങ്ങളൊക്കെ നാം എടുക്കുക. നമ്മൾ മത്തായി 6-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ നീതിപ്രവൃത്തികളെ കുറിച്ച് കണ്ടു. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കാര്യം. നാം അല്പം വലിയൊരു തുക ഒരാൾക്ക് കൊടുക്കുന്നെങ്കിൽ പേരറിയിക്കാതെ ഹൃദയംഗമമായി നമ്മളാണത് കൊടുത്തതെന്ന് വാങ്ങുന്നയാളോ മറ്റൊരാളോ അറിയാതിരിക്കാൻ ഉള്ളു തുറന്ന് നാം ആഗ്രഹിക്കുമോ? നമ്മൾ പറയും, ആരോടും പറയണ്ട കേട്ടോ, ഞാനൊന്നും പറയണ്ട. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താ ആഗ്രഹിക്കുക? പരസ്യമായിട്ട് ഞാനാണെന്ന് പറഞ്ഞില്ലെങ്കിലും ഞാനാണെന്ന് രഹസ്യമായിട്ട് ഇവർ എല്ലാവരോടും പറയണം. അങ്ങനത്തെ ഒരു ആഗ്രഹം നമ്മളുണ്ടെങ്കിൽ നിത്യതയുടെ മൂല്യം വെച്ചാണോ നാം ജീവിക്കുന്നത്? അല്ല. മനുഷ്യർ വലുതായി കാണുന്നതിനെ നാമും വലുതായി കാണുന്നുവോ, അതോ ദൈവം വലുതായി കാണുന്നതിനെ നാം വലുതായി കാണുന്നുവോ? ഇതാണ് ചോദ്യം. ദൈവത്തിന് മുമ്പിൽ അറപ്പായത് നമുക്കും അറപ്പാണോ? വാട്ട് ഗോഡ് ഹേറ്റ്സ്, ഡു വി ഓൾസോ ഹേറ്റ്? Do we value the things as God values? Do we value the things in a way that will be valuable even in eternity? മനസ്സിലായോ? ദൈവത്തിന് വെറുപ്പായുള്ളത് നമുക്കും വെറുപ്പാണോ? ദൈവത്തിന് വിലയേറിയത് നമുക്കും വിലയേറിയതാണോ? നാം വിലയേറിയതായി കാണുന്നത് നിത്യതയിലും
വിലപ്പെട്ടതായിരിക്കുന്നത് തന്നെയാണോ? അത് സ്ഥാനമാനങ്ങളാകാം, ലാഭങ്ങളാകാം, നഷ്ടങ്ങളാകാം, എന്തും. സ്തോത്രം. ഇപ്പോൾ മനസ്സിലായോ? ഓക്കെ പാസ്റ്റർ. സ്തോത്രം. ആത്മീയമായി മരിച്ചവന് ലോകത്തിലെ ചപ്പുചവറുകൾ വളരെ വിലപ്പെട്ടതാകും. അതേസമയം ആത്മീയ ദൃഷ്ടികൾ പ്രകാശിപ്പിക്കപ്പെട്ടവന് ലോകത്തിലെ നഷ്ടങ്ങൾ വലിയ നഷ്ടങ്ങളാകും. ലോകത്തിലെ നേട്ടങ്ങൾ, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടവന് ലോകത്തിലെ നഷ്ടങ്ങൾ നഷ്ടങ്ങളായി അവൻ കണക്കാക്കില്ല. അതേസമയം ആത്മീയമായി മരിച്ചവന് ലോകത്തിലെ നഷ്ടങ്ങൾ വലിയ നഷ്ടങ്ങളായിട്ടേ കാണാൻ പറ്റൂ. We have to lose to win. Certainly. But in a way, even we are not losing just to win something best. But even നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ നേടുക എന്നുള്ളത് പോലും അവിടെ ഒരു വിഷയമായി വരില്ല. സ്തോത്രം. നൽകിത്തരിക എന്നുള്ളത് ദൈവം നമ്മോട് കാണിക്കുന്ന ഒരു കരുണയായി നാം കണക്കാക്കിയാൽ മാത്രം മതി. പക്ഷേ നാം കളയുന്നത് എന്തിനു വേണ്ടി പോലും അല്ല, നേടാൻ വേണ്ടി പോലും അല്ല എന്നുള്ളതാണ് സത്യം. സ്തോത്രം. അപ്പോൾ ആ നിലയിൽ മൂല്യനിർണയം നടത്തുവാൻ നമുക്ക് സാധിക്കണം. How we value things, whether in accordance with the world or according to divine standards. പല സമയത്ത് നമുക്ക് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുന്നതാ. പക്ഷേ നമുക്ക് കിട്ടാൻ നമ്മുടെ കയ്യിലിരുന്നതിനെ പോലും ക്രിസ്തു നിമിത്തം ദൈവം അതിന് വില കൽപ്പിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി വിട്ടുകളയുവാൻ നമുക്ക് സാധിക്കണം. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്ന് കർത്താവ് പറഞ്ഞു. എന്താ ലോത്തിന്റെ ഭാര്യയ്ക്ക് പറ്റിയത്? സൊദോം ഗൊമോറ വിട്ടുപോയി, തിരിഞ്ഞു നോക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നഗരത്തിൽ പെയ്യുന്ന ഗന്ധകമഴ കാണരുതെന്നാണോ? അല്ല. പഴയ ജീവിതം, വിട്ടുപോയ സമ്പത്തും സുഖലോലുപതകളും അയ്യോ അത് നഷ്ടപ്പെട്ടല്ലോ എന്ന നഷ്ടബോധത്തോടെ നീ തിരിഞ്ഞു നോക്കരുതെന്നാ കർത്താവ് പറഞ്ഞു. പക്ഷേ അവൾ സൊദോം വിട്ടു ഓടിയെങ്കിലും അവളുടെ മനസ്സെവിടെ കിടന്നു? സൊദോമിൽ വിട്ടുപോയ സ്വത്തുക്കളിൽ കിടന്നു. ഇസ്രായേൽ മിസ്രയീം വിട്ടുപോന്നു. മേഘത്തിന്റെ തണലിൽ, ദൈവസാന്നിധ്യത്തിന്റെ തണലിൽ, അഗ്നിത്തൂണിന്റെ വെളിച്ചത്തിൽ ദൈവം സ്വർഗത്തിൽ നിന്നും പൊഴിച്ചു കൊടുത്ത മന്ന തിന്ന് ദൈവിക സംരക്ഷണത്തിൽ അവർ കഴിയുമ്പോഴും അവരെന്തിനെക്കുറിച്ചാ ഓർത്തത്? പിതൃദേശത്തെ കുറിച്ച്. ആ വിട്ടുപോന്ന ഹാമിന്റെ ദേശത്തെക്കുറിച്ച് അവർ അതിനെക്കുറിച്ച് ഓർത്തു. അതേസമയം അബ്രഹാം തുടങ്ങിയ ഭക്തന്മാരെ കുറിച്ച് പറയുന്നു, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ
മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. ഉണ്ടായിരുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. അവർ പിന്നെ ഓർത്തതും അല്ലെങ്കിൽ കണ്ടതും മുഴുവനും എന്തിനെയായിരുന്നു? അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ. സ്വർഗീയമായതിനെ, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള നഗരത്തെ. സ്തോത്രം. ചോദ്യം, നമ്മൾ ഏതാണ്ടൊക്കെ വിട്ടിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ പാപമായതെങ്കിലും വിട്ടിട്ടുണ്ട്. ലാഭമായത് വിട്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ പാപമായത് പലതും നമ്മൾ വിട്ടിട്ടുണ്ട്. ആ വിട്ടതിനെ കുറിച്ച് നഷ്ടബോധം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സ്തോത്രം. വിട്ടതിനെ കുറിച്ച് നഷ്ടബോധം ഉണ്ടെങ്കിൽ നമ്മൾ ലോത്തിന്റെ ഭാര്യയുടെ മിസ്രൈമിൽ നിന്ന് വിട്ടുപോന്നിട്ടും മിസ്രൈമിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്ന ഇസ്രായേല്യരുടെയും പിന്മുറക്കാര. ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരം നമുക്കുള്ളതല്ല അങ്ങനെയാണെങ്കിൽ. അതേസമയം നാം അബ്രഹാം തുടങ്ങിയ, പൗലോസ് തുടങ്ങിയ ഭക്തരെ പോലെയാകണം. വിട്ടുപോയതിനെ കുറിച്ച് ഒട്ടുമേ നഷ്ടബോധം തോന്നാതെ, സ്തോത്രം, മുൻപിൽ വെച്ചിരിക്കുന്ന ലാക്കിനെ മാത്രം നോക്കിക്കൊണ്ട് ഓടുന്നവരാകണം. ഇതാണ് ആത്മീയമായി ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോഴത്തെ സഭയിൽ പണ്ട് വിട്ടതൊക്കെ തിരികെ വരുന്നുണ്ടല്ലോ പാസ്റ്റർ. അത് തന്നെയാണ് അങ്ങോട്ടുള്ള മടങ്ങിപ്പോക്ക. ആത്മീയ മരണത്തിന്റെ ലക്ഷണങ്ങളാണതല്ല. ചിലര് തിരികെ എടുത്തില്ലെങ്കിലും ലോത്തിന്റെ ഭാര്യയെ പോലെ മനസ്സതില. സ്തോത്രം. ഇതാണ് മൂല്യനിർണയത്തിന്റെ വിഷയം. സമയം മുൻപോട്ടേറെ പോയി, നിർത്തട്ടെ. സ്തോത്രം. ബാക്കി സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. നമുക്കതുകൊണ്ട് അബ്രഹാം തുടങ്ങിയ ഭക്തന്മാരുടെ മാതൃകകളെ പിൻപറ്റി നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ സ്ഥിരതയോടെ ഓടുവാൻ, ആത്മീയ ജീവനുള്ളവരായി മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.